ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്ക് ഏട്ടത്തലയും കായം വെച്ചാലോ? അപ്പോൾ തൃശ്ശൂർക്കാർ വെക്കണ വിധത്തിൽ എങ്ങനെയാണ് ഏട്ടത്തലയും കായം വെക്കാന്നുള്ളത് കാണിച്ചു. ആദ്യം തന്നെ നമുക്ക് ഏട്ടത്തല എടുത്തിട്ട് നന്നായിട്ട് കഴുകാം. അതൊരു ടാസ്ക് തന്നെയാട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഈസിയാണ്. വേറെ ഒന്നും ഉണ്ടല്ലോ, എനിക്ക് മീൻ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്നറിയില്ല, ചെറുപ്പം തൊട്ടേ ഞാൻ വീട്ടിൽ അത് പഠിക്കാതിരിക്കുന്ന സമയത്ത് മമ്മി മീൻ വാങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ അടുത്ത് പറയും, മമ്മി ഞാൻ മീൻ നന്നാക്കട്ടെ മമ്മി എന്ന് ചോദിക്കും. വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ, ആ പഠിക്കുന്ന സമയം ഒഴിവായി കിട്ടും ചെയ്യും. എന്നാൽ എനിക്ക് മീൻ നന്നാക്കാനായിട്ട് എന്താണ് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതെനിക്കിപ്പോൾ വലുപ്പത്തിലായാലും ഈ ഒരു പ്രായത്തിലായാലും എനിക്ക് മീൻ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് കഴുകിയിട്ട് അവസാന ട്രിപ്പ് കഴുകുമ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ച് കഴുകാം. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കഴുകിയാലും നന്നായിട്ട് വെളുത്ത കളറാവും. അതിപ്പോൾ മീനില്ല, നമ്മൾ ചിക്കൻ ആയാലും എന്ത് നോൺ വെജ് എന്ത് ഐറ്റംസ് ഇത്തിരി മൈദ ഇട്ട് കഴുകിയാലും നല്ല വൃത്തിയായി നല്ല വെളുത്തിരിക്കും. അപ്പോൾ നമുക്കും കാണുമ്പോൾ ഒരു സംതൃപ്തിയല്ലേ. അതുപോലെ തന്നെ മീനൊക്കെ ചിലപ്പോൾ ഇത്തിരി ഫ്രഷ് അല്ലാത്തത് കിട്ടി കഴിഞ്ഞാൽ വിനീഗർ ഇട്ട് കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ മാംസമൊക്കെ ഒരു മുറുകിയോണം നമുക്ക് കഴുകുമ്പോൾ തന്നെ ഫീൽ ചെയ്യും വിനീഗർ ഇട്ട് കഴുകുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യണത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം കഴുകി ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് തിരുമ്പി വയ്ക്കുക. അതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ തിരുമ്പി വയ്ക്കുക. കായ നമ്മൾ നേന്ത്രക്കായാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. നേന്ത്രക്കായ ബീഫും നേന്ത്രക്കായും വെക്കണ പോലെ തന്നെ അരിഞ്ഞ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് നേന്ത്രക്കായ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഇറച്ചി മസാലപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഈ എല്ലാതും ഓരോ ടീസ്പൂൺ. ഞാൻ 1.5 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വലിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം 1/2 ടീസ്പൂൺ, ബാക്കി എല്ലാതും ഓരോ വലിയ ടീസ്പൂൺ എടുത്ത് പൊടികൾ ചൂടാക്കുക. ഞാനെങ്ങനെയാണ് പൊടികൾ ചൂടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അത് ഓണാക്കി അത് നല്ല ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ഇടുക. അപ്പോൾ ആ ചൂടിൽ തന്നെ കുറച്ച് നേരം, അല്ലെങ്കിൽ എൻ്റെ പൊടികൾ എപ്പോഴും കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതാണ് ചെയ്യുക, ഞാൻ തീ ഓണാക്കിയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ ഒരു 1-2 മിനിറ്റ് ഞാൻ ആ പൊടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷം ആണ് ഞാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും എൻ്റെ പൊടി കരിഞ്ഞു പോവുക ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ ഈ മഞ്ഞപ്പൊടി ഉപ്പും കൂടി തിരുമ്പി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ നേന്ത്രക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ആ നേന്ത്രക്കായ ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം, 1.5 കിലോ ഏട്ടത്തലയിലേക്ക് 1 ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ചേർക്കണം. പിന്നെ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക് എരിവിനനുസരിച്ച് അതൊന്ന് കുത്തി ചതച്ചതിന് ശേഷം ഈ കുക്കറിലേക്ക് തന്നെ നമ്മൾ ഈ കുക്കറിലേക്ക് ചേർക്കണം. അപ്പോൾ ഈ കുക്കറിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്പി വെച്ച ഏട്ടത്തല, കായ, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ തന്നെ പൊടികൾ ചൂടാക്കിയതും. പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് 1 മുറി നാളികേരം നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് അത് അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, തീ കൂട്ടി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കണം. കുറച്ച് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് നേരം ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ആ ചൂടാക്കണം, ആ ഒരു നാളികേരം വറുക്കണയിലേക്ക് 1 ടീസ്പൂൺ ഇറച്ചി മസാലയും കൂടി ചേർക്കണം കേട്ടോ. മുമ്പ് ഇട്ടത് കൂടാണ്ട്, കുക്കറിൽ ചേർത്തത് കൂടാണ്ട് 1 ടീസ്പൂൺ ഇറച്ചി മസാല നമ്മൾ ഈ നാളികേരം വറുക്കണയിലേക്ക് ഇടണം. അതേപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാര ഞാൻ എല്ലാത്തിലും ഒരുവിധം ചേർക്കേണ്ടത് വേറെ ഒന്നല്ല, എന്തൊരു കറിയിലും കുറച്ചൊരു നുള്ള് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്ത് പോകും. നമുക്കിപ്പോൾ എരി കൂടിയേ അല്ലെങ്കിൽ കൂടി എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു നുള്ള് പഞ്ചസാര എന്ത് കറി വയ്ക്കുമ്പോഴും ഇടാറുണ്ട്. പിന്നെ ഈ വറുത്ത നാളികേരം ഇത്തിരി ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കർ തുറന്ന് ഒരു ചീഞ്ചാട്ടിയിലേക്ക് ഞാൻ ഈ കായും ഏട്ടത്തലയൊക്കെ മാറ്റിയതിന് ശേഷം ഈ അരപ്പ് നാളികേരും അതുപോലെ തന്നെ ഇറച്ചി മസാല ഇട്ട് ചൂടാക്കിയ ഈ അരപ്പ് ഞാൻ കറിയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പൊടികളുടെ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഉള്ളി കാച്ചിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. ആ ഉള്ളി കാച്ചി കഴിഞ്ഞതിന് ശേഷം തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ, മഞ്ഞൾപ്പൊടി കുറവുണ്ടോ, മല്ലി കുറവുണ്ടോ, മസാലപ്പൊടി കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പൊടിയുടെ കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി കാച്ചിയതിന് ശേഷം ഉള്ളി മുരിഞ്ഞതിന് ശേഷം തീ ഓഫാക്കിയിട്ട് നമുക്ക് ഈ പൊടികൾ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ എൻ്റെ കറിയിൽ കുറച്ച് മഞ്ഞപ്പൊടിയിലൊക്കെ കുറവുണ്ടായിരുന്നു. അത് ഞാൻ ഈ കാച്ചിയിട്ട് തീ ഓഫാക്കിയതിന് ശേഷം ഈ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഈ കാണുന്നത്. എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയുടെയും പിന്നെ ഇത്തിരി മസാലപ്പൊടിയുടെയും ഒക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചേർത്ത് അവസാനം കാച്ചിയിട്ട് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ചൂടോട് കൂടി ആ ഒരു മുരിവാവും ചെയ്യും ആ പൊടികൾ. അപ്പോൾ നമ്മുടെ ഏട്ടത്തലയും കായും റെഡിയായി. നമുക്ക് വേഗം അപ്പം ഇനി ചോറുണ്ണാം അല്ലേ. അപ്പോൾ ഞാൻ കറി കാച്ചി വശം ചോറുണ്ണ പ്രകൃതാട്ടൻ്റെ. നിങ്ങളിലും ഉണ്ടാവുമല്ലേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഈസി ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ. കുക്കറിൽ അടിക്കാൻ കാരണം അതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞ് കിടക്കണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനായിട്ട്. ഇത്തിരി പ്രായമായവർക്കൊക്കെ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും, അവർക്ക് നല്ല ഇഷ്ടമാവും ഈ ഒരു കറി. അപ്പോൾ നിങ്ങൾക്കും തൃശ്ശൂർക്കാരുടെ ഏട്ടത്തലയും കായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ.